ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ചക്ക കൊണ്ടുള്ള പ്രഥമനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിനെന്തൊക്കെയാ ആവശ്യമുള്ളത് നമ്മൾക്ക് നോക്കണ്ടേ? വരൂ, കാണിച്ചു തരാം. ഇത് ചക്ക വരട്ടിയതാണ്. ഞാൻ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരക്കിയ ഒന്നും ചെയ്തിട്ടില്ല. ചക്കച്ചോളനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതുപോലെ. അപ്പം അത് നമ്മൾക്ക് പായസം വെക്കുമ്പോൾ പിന്നെ അത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഉടയ്ക്കണ്ട, അരയ്ക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ള സാധനം ചക്ക വരട്ടിയത്, പിന്നെ വെല്ലം അല്ലെങ്കിൽ ശർക്കര. ഇത് നല്ല കറുത്ത വെല്ലമാണ്. ഇതിൽ മണ്ണോ പൊടിയോ നാരോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾക്കിത് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. അത് നമ്മൾ പുട്ടിനൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങ മുറിച്ച് വെച്ചതാണ്, ഏലക്കായ. തേങ്ങാപ്പാലിലാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ ഒന്നാം പാല് ഞാനിതിവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് ആ ചണ്ടിയിൽ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് എടുത്ത പാലാണ് ഇത്. 2-3 പ്രാവശ്യമൊക്കെ എടുത്ത പാലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചക്കപ്രഥമൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ നമ്മൾ ലാസ്റ്റ് എടുത്ത 2-3 പാലുണ്ടല്ലോ, അതിന് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ ചക്ക വരട്ടിയതുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചക്ക സീസൺ വരുന്ന സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മൾക്ക് എപ്പോഴാണ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾക്കത് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വെല്ലം ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായി യോജിപ്പിച്ച് ഈ കട്ടകളെല്ലാം ഉടച്ച ശേഷം നമ്മൾക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കട്ട പിടിക്കും. എത്ര എളുപ്പമാണ് അറിയോ ഇത് ചെയ്യാൻ. കണ്ടില്ലേ, നമ്മൾ ഈ ചക്ക ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് കൊണ്ട് ഇത്ര വൃത്തിക്കുണ്ടാവും. നമ്മൾക്ക് കഴിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അത് കഴിക്കുമ്പോൾ. ഇതെല്ലാം അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതെല്ലാം വെല്ലമൊക്കെ അലിഞ്ഞ് വൃത്തിക്ക് വരുന്നത് വരെ അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ചക്കപ്രഥമൻ്റെ കൂട്ട് നന്നായിട്ട് വെല്ലമൊക്കെ അലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാ കണ്ടില്ലേ. ഇനി ഇതിൽ ഒന്നാം പാലും കൂടെ ഒഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും. കാണാനും ഭംഗിയുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് സെറ്റാവട്ടെ, ഇത്തിരിയും കൂടി തിളച്ചിട്ട് ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് തേങ്ങ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ശകലം നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് നാളികേരം മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ട് മൂക്കുമ്പോഴേക്ക് നമ്മൾക്ക് ചക്കപ്രഥമനിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളക്കിയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ചൂടായ നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം. എത്ര സിമ്പിളാണ് കണ്ടില്ലേ നമ്മുടെ ചക്കപ്രഥമൻ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ചക്ക കിട്ടുന്ന സമയത്തൊക്കെ കുറച്ചിങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം തോന്നുമ്പോൾ ഇതുപോലെ ചെയ്യാലോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ നാളികേരം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾക്കിതിനെ ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്യാസും ഓഫാക്കാം. അപ്പോൾ ചക്കപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ലാസ്റ്റായിട്ട് ഏലക്കായ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം സിമ്പിളാണ്.